നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. സ്വകാര്യ ആവശ്യത്തിന് വാടക ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതിന് വിശദീകരണവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിക്ഷേപ ഗ്രൂപ്പിനെ കാണാനാണ് ഞാൻ ഹെലികോപ്റ്ററിൽ പോയതെന്നാണ് വിശദീകരണം. വന്ദേ ഭാരത് ബുക്ക് ചെയ്തിരുന്നു, നേരത്തെ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ ഞാൻ വിമർശിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യാത്ര ചെയ്താലും ഇല്ലെങ്കിലും 80 ലക്ഷം കൊടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് ഒരു പൈസ പോലും ചെലവാക്കേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ പാർട്ടി സമ്മേളനത്തിൽ പോയിട്ടില്ല, ഔദ്യോഗിക ആവശ്യത്തിനാണ് പോയത്, സർക്കാരിന് ഗുണകരമാകുന്ന കാര്യത്തിനാണ് പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിലെ സൈനിക ഊർജ്ജ മേഖലകളെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി യുക്രൈൻ നടത്തിയ ശക്തമായ രാത്രികാല ഡ്രോൺ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. അതിർത്തിയിൽ നിന്നും 100 കണക്കിന് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി യുക്രൈൻ നടത്തിയ ഈ ആക്രമണത്തിനിടെ 635 ഡ്രോണുകൾ വിജയകരമായി വെടിവെച്ചിട്ടതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അങ്ങനൊരു യുദ്ധം സൈഡിൽ നടക്കുന്നുണ്ട് എന്ന് ലോകമിടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ്. മധുരയിലെ തിരുപ്രംകുൻട്രം മലമുകളിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി സ്റ്റേ അനുവദിക്കാൻ വിസമ്മതിച്ചു. ഇതോടെ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിൽ തുടരും. അതേസമയം കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിനായി ഹർജിക്കാരനായ രാമ രവികുമാർ, മധുര ജില്ലാ കളക്ടർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, തമിഴ്നാട് വഖഫ് ബോർഡ് എന്നിവർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. വന്ന് മുരുകന് വിളക്ക് വയ്ക്കാനും വഖഫ് ബോർഡിന്റെ അനുവാദം വേണമെന്ന അവസ്ഥയാണ്. മതേതരത്വം പൂത്തുലയുന്നുണ്ട്. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ പ്രകൃതിക്ഷോഭത്തിലും മഴക്കെടുതിയിലും ഇതുവരെ 15 പേർ മരണപ്പെടുകയും 7 പേരെ കാണാതാവുകയും ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടം വിതച്ച മഴക്കെടുതിയെ നേരിടാൻ വിപുലമായ രക്ഷാപ്രവർത്തനങ്ങളും സമഗ്രമായ പുനരധിവാസ പദ്ധതികളുമാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചിരിക്കുന്നത്. അതിനിടയിലുള്ള മുഖ്യമന്ത്രിയുടെ വിരുന്നുകളുടെ ഷെഡ്യൂൾ വൈകാതെ പുറത്തുവിടുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അംഗീകാരം നേടിക്കൊടുക്കാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നീക്കം. PSC കഴിഞ്ഞ ദിവസം നടത്തിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിലുള്ള പ്രിലിമിനറി പരീക്ഷയുടെ 34ാമത്തെ ചോദ്യമാണ് കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച ദിവസം ഏതെന്ന് നൽകിയിട്ടുള്ളത്. ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിൽ 4 ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ 2026 മെയ് 18, ബി 2026 മെയ് 17, സി 2026 മെയ് 16, ഡി 2026 മെയ് 19. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ സാംസ്കാരിക സംഘടനയോ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരമൊരു കൂട്ടായ്മയ്ക്ക് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു ചോദ്യാവലിയിൽ ഉൾപ്പെടാനും മാത്രം എന്തു പ്രാധാന്യമാണ് ഉള്ളതെന്ന് അഖില ഭാരതീയ രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘ് ദക്ഷിൺ ക്ഷേത്ര പ്രമുഖ് PS ഗോപകുമാർ ചോദിച്ചു. PSCയിൽ പാറ്റശല്യം കൂടി വരുന്നുവെന്ന് റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടത് കാരണവും അഴിമതി കാരണവും പണി കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ ഏറെക്കാലമായി പറയുന്നതാണ്. മദ്രസകൾ അടച്ചുപൂട്ടി അവയ്ക്ക് പകരം മതേതരവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന് ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രിൻ. മതതീവ്രവാദത്തിനെതിരായ തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് തസ്ലീമ. ചില മദ്രസകൾ തീവ്രവാദ ചിന്തകൾ വളർത്തുന്ന ജിഹാദി ഫാക്ടറികളായി മാറിയിട്ടുണ്ടെന്നും അവയ്ക്ക് പകരം മതേതരവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. പൊതുപരിപാടികളിലും വിദ്യാഭ്യാസം മതനിരപേക്ഷമാക്കണമെന്നും കുട്ടികൾക്ക് ആധുനിക ശാസ്ത്ര വിദ്യാഭ്യാസം ലഭിക്കണമെന്നും തസ്ലീമ നസ്രിൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുള്ളേ, പുതിയത് വല്ലതും പറ. കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ ബോക്സിംഗ് ടീമിന്റെ ചരിത്ര വിജയാഘോഷത്തിനിടെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന ഒരു സംഭവം വലിയ വിവാദത്തിന് വഴിവെച്ചു. ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് വിരുന്നൊരുങ്ങിയ റെസ്റ്റോറന്റിൽ ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ ഭൂപടത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീരിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിരുന്നില്ല. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ അസം സ്വദേശിനി ലവ്ലീന ബൊർഗോഹെയ്ൻ ഈ പിഴവ് ചൂണ്ടിക്കാട്ടിയതോടെയാണ് സംഭവം ശ്രദ്ധ നേടിയത്. സംഭവത്തിന്റെ ക്ലൈമാക്സ് ലവ്ലീന ബൊർഗോഹെയ്ൻ ആ റെസ്റ്റോറന്റിനെ കൊണ്ട് തന്നെ മാപ്പ് പറയിപ്പിച്ചു എന്നതാണ്. വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗികാതിക്രമ കേസിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ അധ്യക്ഷനും മുൻ BJP MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ദില്ലി റോസ് അവന്യൂ കോടതി വെറുതെ വിട്ടു. കേസിലെ സഹപ്രതിയായ വിനോദ് തോമറിനെയും കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. ഇനി താൻ എന്ന ആജീവനാന്തം ട്രയൽ കൂടാതെ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഖാപ് പഞ്ചായത്ത് മെഡൽ ജേതാവ് ഗുസ്തി റാണിയുടെ വരവാണ്.
കശുവണ്ടി കോർപ്പറേഷൻ കോടികളുടെ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടുന്ന കെ എ രതീഷ് രാജിവെച്ചു. മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഹൈക്കോടതിയുടെ പരാമർശത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ നടപടി. കെ എ രതീഷ് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ രാജി. പദവികൾ ഒഴിഞ്ഞുകൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് MD, ഖാദി ക്ഷേമ ബോർഡ് ചെയർമാൻ എന്നീ 3 പ്രധാന പദവികളാണ് നിലവിൽ രതീഷ് വഹിക്കുന്നത്. കേസിൽ രതീഷിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. ഹൈക്കോടതി വിമർശിച്ചില്ലായിരുന്നുവെങ്കിൽ മുഖ്യന്റെ രാജി രതീഷ് വാങ്ങിയേനെ. അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് 2030 ഭാരതത്തിൽ നടക്കും. 11 ദിവസത്തെ മത്സരങ്ങൾക്ക് ശേഷം ഗ്ലാസ്ഗോവിലെ കോമൺവെൽത്ത് ഗെയിംസ് മത്സരങ്ങൾ അവസാനിച്ചു. ഭാരതം മെഡൽ നിലയിൽ 4ാം സ്ഥാനത്താണ്. ഞായറാഴ്ച ഗ്ലാസ്ഗോവിലെ ഓവോ ഹൈഡ്രോയിൽ നടന്ന തിളക്കമാർന്ന സമാപന ചടങ്ങിൽ 2030 നാഴികക്കല്ലായ ശതാബ്ദി പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഭാരതത്തിന് സ്കോട്ട്ലൻഡ് ഔദ്യോഗികമായി കോമൺവെൽത്ത് ഗെയിംസ് പതാകയും ആചാരപരമായ ബാറ്റനും കൈമാറി. 2030 കോമൺവെൽത്ത് ഗെയിംസ് അഹമ്മദാബാദിലായിരിക്കും നടക്കുക. ഓസ്ട്രേലിയയ്ക്ക് ശേഷം ഒന്നിലധികം തവണ മൾട്ടി സ്പോർട്സ് ഇവന്റിന് ആതിഥേയത്വം വഹിക്കുന്ന 2ാമത്തെ രാജ്യമായി ഭാരതം മാറുകയാണ്. മുമ്പ് 2010 ഭാരതം ദില്ലിയിൽ ഗെയിംസിന് വേദിയൊരുക്കിയിരുന്നു. ഇതാണ് പുതിയ ഭാരതം. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.